ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ കലോത്സവം ലക്ഷ്യം കണ്ടു. പഠന അനുഭവങ്ങളിലെ വൈവിധ്യങ്ങൾക്ക് പുറമെ കലാ അനുഭവങ്ങൾക്കും അവസരം നൽകുകയാണ് സർവകലാശാല. പെൺകുട്ടികൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അംബീഷ്യസ് ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ നമ്മളെ കല്യാണം കഴിച്ചു വിടത്തില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ വലുതായി. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റൊക്കെ അന്നിപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടൊന്നുമില്ല ആരും. അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു മത്സരം വന്നപ്പോൾ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റണം. നമ്മളെ ഒരു വലിയൊരു അവസരമാണ്. 18 മുതൽ 80 വയസ്സ് വരെയുള്ള പഠിതാക്കളെ ഇവിടെ കണ്ടു. അവരിൽ പ്രായമായവർ അവരുടെ പ്രായം വീണ്ടെടുക്കുന്നുണ്ടായിരുന്നു. പ്രായം കുറഞ്ഞവർ പ്രായമുള്ളവരോട് മത്സരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലോത്സവ വേദിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ പഠിച്ചിട്ടുണ്ട്. 10-25 വർഷം മുമ്പാണ് ഞാൻ ഡാൻസ് പഠിച്ചിരുന്നത്. അത് കാലടി ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിലെ സുധാ പീതാംബരൻ്റെ കീഴിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 3-4 വർഷമായിട്ട് എൻ്റെ അയന എന്ന് പറഞ്ഞ ടീച്ചറുടെ കീഴിലാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. മക്കളും ഹസ്ബൻഡാണ് എന്നെ വല്ലാതെ ഇൻസ്പിറേഷൻ. അവരുടെ ഒരു പ്രേരണ, അവരെന്നെ ഇങ്ങനെ പഠിക്കണം, അമ്മയ്ക്ക് ആ ഒരു കഴിവ് ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മളത് വീണ്ടും തുടങ്ങിയത്. ആകെ 93 ഇനങ്ങൾ, 400-ലധികം മത്സരാർത്ഥികൾ. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ കലയുടെ 2 നാളുകൾ വിവിധ അരങ്ങുകളിൽ പ്രസരിപ്പോടെ നടന്നു. അതേസമയം രാജ്യത്ത് ഇതുവരെ ഒരു ഓപ്പൺ സർവകലാശാലകളും കലാമത്സരങ്ങൾ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല. കോളേജ് പഠനകാലത്തും ഒക്കെ നിരവധി കലോത്സവങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ പ്രായത്തിൽ കലോത്സവത്തെ ഇത്ര അടുത്ത് കാണാൻ സാധിക്കുമ്പോൾ കുറച്ചുകൂടെ പക്വപരമായി ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് വിവിധ പ്രായക്കാർ ഇവിടെ ഒത്തുകൂടുമ്പോൾ. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.